എന്റെ കമ്പനിയിലെ ഒരു ദിവസത്തെ ടേൺ ഓവർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? കോടീശ്വരനാ ഞാൻ, കോടീശ്വരൻ. ആ എന്റെ മകനെയാ നിങ്ങൾ ഇവിടെ അടിമപ്പണി ചെയ്യിക്കുന്നത്. ഓ, ശിവന്റെ അച്ഛനാണോ? അല്ല, എന്റെ മകനാണ് ശിവൻ. അവൻ അങ്ങനെ അറിയപ്പെട്ടാ മതി. അതെന്തോ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര കൊമ്പത്തെ ആളായാലും സത്യഭാമയ്ക്ക് അതൊരു പ്രശ്നമൊന്നുമല്ല. ഞാൻ ഇവിടെ നിങ്ങളുടെ മകനൊരു ജോലി കൊടുത്തു. അത് അവൻ ആവശ്യപ്പെട്ടിട്ടാ. ജോലി ചെയ്യുന്നതനുസരിച്ച് ഞാൻ അവന് ശമ്പളവും കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ കുടുംബ മഹിമയോ അച്ഛന്റെ പണത്തിന്റെ അളവോ ഞാനിവിടെ ചോദിച്ചതുമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഓ, അപ്പൊ മഹേന്ദ്ര മുതലാളി സത്യഭാമയ്ക്ക് വിലയിടാൻ വന്നിരിക്കുക. ചുമ്മാതല്ല സ്വന്തം മകൻ അച്ഛന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നാടി തോറും അലയുന്നത്. ഇതല്ലേ പ്രകൃതം? എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാ ഞാൻ ഇത്രയും മര്യാദ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ സത്യഭാമയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിഞ്ഞേനെ. ദാ വന്നിരിക്കുന്നു നിങ്ങളുടെ മകൻ. ദേ, ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വിളിച്ചോണ്ട് പൊയ്ക്കോ. ശിവ, നീ ഇപ്പോ എന്റെ കൂടെ വരണം. എനിക്കിവിടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തപ്പെട്ട കുറെ ജോലിയുണ്ട്. ഒരു ഗുണ്ടയായിട്ട് ജീവിക്കാനല്ല ഞാൻ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. പണപ്പിരിവാകുമ്പോ അടിയിടിയൊക്കെ സ്വാഭാവികം. തല്ലാൻ വരുന്നവനെ മുട്ട് വിറയ്ക്കാതെ നിന്ന് അടിക്കാനും തിരിച്ചടിക്കാനാവാത്ത വിധം തളർത്തി കിടത്താനും അഭ്യാസമുറയുടെ ബാലപാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്റെ അച്ഛൻ തന്നെയാണ്. എടാ, അത് പക്ഷേ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി തെരുവ് പട്ടിയെ പോലെ നടറോടി കിടന്ന് പേ പിടിച്ച് ചാകാൻ വേണ്ടിട്ടല്ല. ചാകാതിരിക്കാനുള്ള തന്ത്രങ്ങളും നേരത്തെ പഠിപ്പിച്ചു കൂട്ടത്തി ഞാനങ്ങ് പഠിച്ചെന്ന് കൂട്ടിക്കോ. ഞാൻ നിന്നെ ഇവിടെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോവുക. എന്നെ അനുസരിക്കാത്ത ഒരു മകനെ എനിക്ക് വേണ്ടടാ. അതെ, വായിൽ വെള്ളിക്കറണ്ടിയുമായിട്ടാ നീ ഇതുവരെ എന്റെ വീട്ടിൽ ജീവിച്ചത്. ഇനി നീ പിച്ചച്ചട്ടി എടുത്ത് തെരുവിൽ തെണ്ടു, അത് ഞാൻ കാണും. ശപിച്ചിട്ട് പോകുമ്പോ ഒരു കാര്യം അച്ഛൻ ഓർത്തില്ല. ഞാൻ മാണിക്കോത്തെ മഹേന്ദ്രൻ എന്ന അന്തസ്സുള്ള ആളിന്റെ മകനാണെന്നുള്ള കാര്യം. പിച്ചച്ചട്ടിയാണോ അതോ അച്ഛൻ തന്ന വെള്ളിക്കരണ്ടിയാണോ അതോ അതിലും വിലയുള്ള സ്വർണ്ണക്കരണ്ടിയാണോ എന്റെ കയ്യിലിരിക്കുന്നതെന്ന് കാലം തെളിയിക്കട്ടെ. മാണിക്കോത്തെ ചോര തന്നെയല്ല ഞാനും. ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോവില്ല. നമുക്ക് കാണാടാ ആര് ജയിക്കുമെന്ന്. അച്ഛന് വേണ്ടി ഈ മകന് ജയിക്കാതിരിക്കാനാവില്ലല്ലോ. ജയിക്കുക തന്നെ ചെയ്യും. കാണട്ടടാ നിന്റെ മിടുക്ക്. വണ്ടി എടുക്കടാ. മോനെ ശിവ, മഹേന്ദ്രൻ ഒന്ന് വേഗമാവട്ടെ. ഞാനൊന്ന് നോക്കട്ടെ മോളെ.
എളുപ്പം എത്താൻ വേണ്ടി ഒരു ഇടവഴി കയറിയതാ. ഇതിപ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. രാമേട്ട അത് നോക്കിക്കൊണ്ടിരിക്കുക. മാഡം അത് കുഴപ്പമാണല്ലോ. ഇടിയും 1-2 വട്ടം മാഡം ഇതുവരെ എത്തിയില്ലെന്ന് ചോദിച്ചു. റവന്യൂ മിനിസ്റ്റർ വരുന്നതുകൊണ്ട് ജോൺ സാറ് വലിയ ഉത്സാഹത്തിലാ. മാഡത്തിനെതിരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ജോൺ സാർ ഓടിപ്പാഞ്ഞ് നടക്കുക. ഇതിപ്പം മറ്റേതെങ്കിലും വാഹനത്തിൽ വരാന്ന് വെച്ചാ ഇതുവഴി വേറെ വാഹനമൊന്നും വരുന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനു, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ, ഞാൻ വിളിക്കാം. രാമേട്ട, എന്തെങ്കിലും രക്ഷയുണ്ടോ? ഞാനൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. എന്തായി രാമേട്ട? മോളെ, ഇത് ഫ്യൂവൽ പമ്പിന്റെ കുഴപ്പമാണ്. മെക്കാനിക്ക് വന്നാലേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാ രാമേട്ട, എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്തതാ. ഞാൻ നോക്കട്ടെ മോളെ. ഏതെങ്കിലും വണ്ടി വന്നാൽ മോള് കൈ കാണിച്ചു.